നമ്മുടെ മേലൊക്കെ പെരുത്തു പോകത്തില്ല. ഇവനെന്തോ ഇത് ഞാൻ പറഞ്ഞ ഗത ഉണക്കത്തെ സാധനം ഉണ്ടെന്ന് അതുകൊണ്ട് റൂമില് അലമാരിയുടെ ചില്ല് അടിച്ചുടച്ചതാ. ചേച്ചി അടിക്കാൻ ഓങ്ങിയ ഓങ്ങല് ആ കണ്ണാടി ചില്ലിൽ അടിച്ചു പൊട്ടി. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സീറത്തോടിലെ ദീപ്തി ടീച്ചറിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പല ആളുകൾ സംസാരിക്കാറുണ്ട്. ഞാനും സംസാരിച്ചായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ. അപ്പോൾ കുറച്ച് മുന്നേ ഞാൻ ഒരു വീഡിയോ കണ്ടു. മണിയമ്മയും പിള്ളേരും എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൽ, അതായത് ദീപ്തി ടീച്ചറിന്റെ സിസ്റ്റർ ഇൻ ലോയുടെ യൂട്യൂബ് ചാനലാണത്. അപ്പോൾ മലപ്പുറത്ത് അമ്മുവിന്റെ വീട്ടിലിരുന്നിട്ട് അവർ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. ആ വീഡിയോ നിങ്ങൾക്ക് പോയി കണ്ടാൽ വിശദമായിട്ട് മനസ്സിലാകും. അപ്പോൾ എനിക്ക് അതിനു മുന്നേ പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, വളരെ സന്തോഷം തോന്നുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ദീപ്തി ടീച്ചറിനെ കുറിച്ച് സപ്പോർട്ട് ചെയ്യുന്ന ഏത് വീഡിയോയുടെ അടിയിലും, അതായത് ഇപ്പം ഞാൻ എൻ്റെ കാര്യം പറയാണ്, ഞാൻ 2 വീഡിയോസ് ദീപ്തി ടീച്ചറിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെയൊക്കെ അടിയിൽ 5-6 സ്ത്രീകളുടെ ഐഡിയാണ്. പേരൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ. ഒരു സ്ത്രീ ഫേമസ് ആണ്, അവരെ 1-2 യൂട്യൂബേഴ്സ് ഒക്കെ പുറകെ നടന്ന് പിടിച്ചതൊക്കെ അറിയാം. VRN ലവ് ഫാമിലി പുറകെ നടന്ന് പിടിച്ചതൊക്കെ അറിയാമല്ലോ. അപ്പം അവരും പിന്നെ ഒരു 5-6 പേരും. അപ്പോൾ ഇവരൊരു ടീം വർക്കാണ് ചെയ്യുന്നതെന്ന് നമുക്ക് മനസ്സിലാവും. അതിന് ഒരുപാട് ബുദ്ധിയുടെ ഒന്നും ആവശ്യമില്ല. ഇവർ ടൈപ്പ് ചെയ്യുന്ന ഒരു മെത്തേഡ് കാണുമ്പോൾ ദീപ്തി ടീച്ചറിനെ സപ്പോർട്ട് ചെയ്യുന്നവരുടെയൊക്കെ, അതായത് ആ കോമന്റിന്റെയൊക്കെ അടിയിൽ ഇവർ ഒന്നൊന്നായിട്ട് ചെന്നിരുന്ന് അയക്കുന്ന ആ ഒരു രീതി കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. മറ്റൊരു കാര്യം, ഇവരിടുന്ന നെഗറ്റീവ് കോമന്റ്സിന്റെ അടിയിൽ ദീപ്തി ടീച്ചറിനോട് ഇഷ്ടമുള്ള ആളുകൾ അതിനെ ഒപ്പോസ് ചെയ്തിട്ട് കമന്റ് ഇടുമ്പോൾ ഇവർ കൂട്ടത്തോടെ, ഈ 5-8 പേർ കൂട്ടത്തോടെ ചേർന്ന് സപ്പോർട്ട് ചെയ്യുന്നവർക്കെതിരെ നിൽക്കുന്ന ആ ഒരു രീതി കാണുമ്പോൾ ഇതൊരു ടീം വർക്കാണെന്ന് നമുക്ക് മനസ്സിലാവും. അപ്പം അവരുടെയൊക്കെ വായിൽ ഒരു പ്ലാസ്റ്റർ വലിച്ച് ഒട്ടിച്ച രീതിയിലുള്ള ഒരു വീഡിയോ ആണ് അമ്മു മണിയമ്മയും പിള്ളേരും എന്നുള്ള ചാനലിലൂടെ പുറത്തു വിട്ടിരിക്കുന്നത്. എനിക്ക് ആ വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോൾ ഒരൊറ്റ കാര്യം മാത്രമായിരുന്നു ചിന്തയിലുള്ളത്. ഈ നെഗറ്റീവ് കോമന്റ്സ് ഇട്ട്, അതായത് ദീപ്തി ടീച്ചറിനെതിരെ കുറച്ച് വർഷങ്ങളായിട്ട് ഒരു സൈബർ അറ്റാക്ക് അല്ലെങ്കിൽ അപവാദം പറഞ്ഞു പരത്തുക എന്ന ലോ ക്ലാസ് ആയിട്ടുള്ള ഒരു രീതിയുമായി ഒരു ഹിഡൻ അജണ്ടയാണത്. ആ ഒരു അജണ്ടയുമായിട്ട് പുറകെ നടക്കുന്ന ഈ 5-8 സ്ത്രീകൾ എന്താണ് പറയാൻ പോകുന്നത്? ഞാൻ കഴിഞ്ഞ ദിവസം ഇട്ട വീഡിയോയുടെ താഴെ ഒരു സദാശിവം, ഞാൻ ആ സർനെയിം മാത്രമേ പറയുന്നുള്ളൂ, ഒരു സ്ത്രീയാണത്, -P സദാശിവം. അപ്പൊ അവര് പറഞ്ഞു ഒരു 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 ഖണ്ഡിക പോലെയാണ് കമന്റ് ഇട്ടേക്കുന്നത്. ആ കമന്റിൽ ഇവർ കുറെ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അതിൽ എന്നെ സ്ട്രൈക്ക് ചെയ്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ, അവർക്ക് എന്തുകൊണ്ട് ആദ്യം ഭർത്താവിൽ ഒതുങ്ങി ജീവിച്ചുകൂടാ? ഭർത്താവ് മോശമാണെങ്കിൽ എന്താ കളയുകയാണോ ചെയ്യുന്നേ? അവൾക്ക് എന്തുകൊണ്ട് ഒതുങ്ങി ജീവിച്ചുകൂടാന്ന്. അപ്പൊ ആ കമന്റ് ഇട്ട ചേച്ചിയോട് പറയാണ്, ഒരു സ്ത്രീയെ എത്രമാത്രം, അതായത് ഇഞ്ചിഞ്ചായിട്ട് കൊല്ലുക എന്നൊക്കെ പറയത്തില്ല, അത് ഇഞ്ച പരുവമാക്കി ദീപ്തി ടീച്ചറിനെ അവരുടെ എക്സ് ഹസ്ബൻഡ് വിജയ് എന്നങ്ങാണ്ടാന്ന് തോന്നുന്നു അവന്റെ പേര്, അത് മാനസിക രോഗിയാണെന്നാണ് തോന്നുന്നത് കേട്ടിടത്തോളം. അപ്പം അവൻ ഉപദ്രവിച്ച രീതികൾ, ഉപദ്രവിക്കാൻ ഉപയോഗിച്ച ആയുധങ്ങൾ, ആ 3 മുറകൾ ഒക്കെ അമ്മു അവരുടെ വീഡിയോയിൽ, കുറച്ചു മുന്നേ ഇട്ട് അപ്ലോഡ് ചെയ്ത വീഡിയോയിൽ വ്യക്തമായി പറയുന്നുണ്ട്. അപ്പോൾ ഈ -P സദാശിവം ചേച്ചിയാണെങ്കിലും മറ്റ് ചേച്ചിമാരൊക്കെ ആണെങ്കിലും ആ വീഡിയോ നന്നായിട്ടൊന്ന് കാണണം. കണ്ടതിന് ശേഷം എനിക്ക് ചോദിക്കാനുള്ളൊരു കാര്യം, ഇത്രമാത്രം സൈക്കിക് ആയിട്ടുള്ള ആ വ്യക്തിയെ ദീപ്തി ടീച്ചർ ജീവിതത്തിലുടനീളം കൊണ്ടുപോകാമായിരുന്നില്ലേ എന്നാണ് ഈ കുലസ്ത്രീ ആയിട്ടുള്ള ചേച്ചിയുടെ ചോദ്യം. അപ്പൊ ഇവരുടെയൊക്കെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ ഇവർ സന്തോഷത്തോടെ അത് ഏറ്റുവാങ്ങി ഒരു പ്രശ്നവും പരാതികളും ഒന്നുമില്ലാതെ അറ്റ്ലീസ്റ്റ് മരണത്തിൽ നിന്ന് രക്ഷപ്പെടാനായിട്ടെങ്കിൽ പോലും മാറി നിൽക്കില്ല എന്നാണോ? അത്രയ്ക്ക് മാതൃകയുള്ള ആളുകളാണോ ഇതൊക്കെ? അപ്പൊ ഇങ്ങനെയുള്ളവരുടെ വായിലൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സിപ്പ് വലിച്ചിട്ടത് പോലെയുള്ള വീഡിയോ ആണ് അത്. ആ ഒരു ചാനലിൽ പോയി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എത്രമാത്രം ഒരു സ്ത്രീയെ ഒരു പുരുഷൻ ഇങ്ങനെയൊക്കെ, അതും വിദ്യാസമ്പന്നനായ ടീച്ചറാണ് അദ്ദേഹം, അല്ലെ, ഒരു സ്കൂളിൽ അധ്യാപകനാണ്. ഒരു അധ്യാപകന്റെ ഭാഗത്തു നിന്നും ഇത്രമാത്രം വിവരമില്ലാത്ത, സംസ്കാരമില്ലാത്ത രീതിയിലുള്ള ഗാർഹിക പീഡനം എന്നൊക്കെ പറഞ്ഞാൽ ഇത് അയ്യോ, അതിലിച്ചിരി സ്റ്റാൻഡേർഡ് കൂടിപ്പോവും. കാരണം സ്വന്തം ഭാര്യയെ ഉപദ്രവിച്ച് അതിൽ സന്തോഷം കണ്ടെത്തുക എന്നുള്ള ഒരു മാനസിക രോഗി, അവന്റെ കൂടെ ജീവിക്കാത്തതിൽ ദീപ്തി ടീച്ചർ എന്ന് സമൂഹത്തിന്റെ മുന്നിൽ തെറ്റുകാരി. അവന്റെ കയ്യിലിരുന്ന ഉപകരണങ്ങൾ കൊണ്ട് അടിച്ചു കൊന്നിരുന്നുവെങ്കിൽ നിങ്ങൾ ദീപ്തി ടീച്ചറിനെ വാനോളം പുകഴ്ത്തുമായിരുന്നോ? വിശുദ്ധയായിട്ട് പ്രഖ്യാപിക്കുമായിരുന്നോ? പിന്നെ ഞങ്ങളോട്, ആ വീട്ടിലുള്ള ഓരോരുത്തരോടും അയാൾ ചെയ്ത കാര്യങ്ങൾ, കിടുവിനെ ഉപദ്രവിക്കാൻ എത്ര തവണ തുടങ്ങിയിട്ടുണ്ടെന്ന് അറിയോ? കള്ള് തലക്കി പിടിച്ചിട്ട്. എനിക്ക് അറിഞ്ഞൂടെ എന്തോ പറയേണ്ടത്. എനിക്ക് ദേഷ്യമാണോ സങ്കടമാണോ എന്തൊക്കെയോ ഒന്നിച്ച്. സത്യമായിട്ടും ശരിക്കും നല്ല സങ്കടം വരുന്നത്. എനിക്ക് ഞാൻ ഇവിടുന്ന് അവിടെ ചെന്ന്, ഞാൻ കുറച്ചു കാലം അവിടെ ആയിരുന്നു. അവിടെ ഞങ്ങൾ അടുക്കളയിൽ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇത് പുറത്തു പോയിട്ട് മുറ്റത്ത് കൊണ്ട് വണ്ടി പാർക്ക് ചെയ്തു. എന്നിട്ട് ഞാൻ അടുക്കള ഭാഗത്ത് തന്നെ മറ്റേ ചെറിയ ചുണ്ടുണ്ടല്ലോ, അതെടുത്തിട്ടില്ല. അവിടെ ഞാൻ നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് വിജയ് ഇങ്ങനെ അമ്മന്റെ അമ്മന്നല്ല ദീപ്തിയുടെ കഴുത്തേൽ ഇങ്ങനെ 2 കൈകളും മണ്ടി വെച്ചിട്ട് കൂട്ടി പിടിച്ചിട്ട് ഇവളെ ഡോർ
തെള്ളി അവളൊക്കെ ഡോറെ പിടിച്ചിരിക്കുക. ആ തള്ളോട് കൂടി ഇവള് മുറ്റത്ത് തലമുറ്റി മുറ്റത്ത് വീണു. ഞാനാണ് ഇവളെ എടുത്ത് അത് വീട്ടിൽ ഇരുന്ന് ചേച്ചി ബലമായിട്ട് വിളിച്ചോണ്ട് പോയതാ. ചിത്താറിനോ എങ്ങാണ്ട് പോകണം വിളിച്ചോണ്ട് പോയി. ഞാൻ കോരി എടുത്ത് വന്നപ്പോ ഇവൻ ഞാൻ ചെറുതോ വിജയിച്ചെന്ന് വെച്ചിട്ട് എന്നോട് പറഞ്ഞു ഇങ്ങനെയാണ് ഇഷ്ടം മിണ്ടരുത്, ഒരു വെള്ളാത്തൊരു മുഖത്തോടെ ഇങ്ങനെ മിണ്ടരുതെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു മിണ്ടണമില്ല ഞാൻ തീരുമാനിക്കാം. എന്നിട്ട് ഞാൻ ഇവിടെ കൊണ്ട് പരിക്കാത്തത് ഇപ്പൊ അപ്പോഴത്തേക്ക് ഇവർക്ക് ഫിക്സും കൂടെ വന്നു. ചേച്ചിക്ക് ഫിക്സും അപ്പൊ എല്ലാരും കൂടെ കൂടി അവിടെ കാര്യം കൈയെല്ലാം തിരുമ്പി ശരിയാക്കി താക്കോലൊക്കെ കൊണ്ട് കൈ കൊടുത്ത് അങ്ങനെയൊക്കെ ആക്കി കഴിഞ്ഞപ്പോ കേട്ടില്ലേ? ഈ സംസാരിക്കുന്നത് അമ്മുവിന്റെ അമ്മയാണ്, അതായത് ദീപ്തി ടീച്ചറിന്റെ സിസ്റ്റർ ഇൻ ലോയുടെ അമ്മയാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ദീപ്തി ടീച്ചറിനെതിരെ ഒരുപാട് വീഡിയോസും അല്ലെങ്കിൽ നെഗറ്റീവ് കോമൻസും ഹേറ്റഡ് ആയിരുന്നു, അങ്ങേ അറ്റം സൈബർ ബുള്ളിങ് ആയിരുന്നു. ഇതൊക്കെ വന്ന സമയത്ത് ഞാൻ ശക്തമായിട്ട് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു കേട്ടോ. ആരെങ്കിലും അതായത് ദൃക്സാക്ഷികൾ ആരെങ്കിലും ഒന്ന് സ്ട്രോങ് ആയിട്ട് പറയുന്ന ആരെങ്കിലും, ഇപ്പോൾ അച്ഛൻ ദീപ്തി ടീച്ചറിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കും, പക്ഷേ വ്യൂവേഴ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു പ്രായമുള്ള വ്യക്തിയല്ലേ, ആരെങ്കിലും പറയിപ്പിച്ചതായിരിക്കും, അല്ലെങ്കിൽ സ്വന്തം മകൾക്ക് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. ഈവൻ മെമ്മറി പവറിനെ പോലും ചോദ്യം ചെയ്യും, പ്രായ കൂടുതലല്ലേ, ഇതൊക്കെ എങ്ങനെ ഓർത്തു വെക്കാനാ എന്നുള്ള കാര്യങ്ങൾ. പക്ഷേ അമ്മു അല്ലെങ്കിൽ ദീപ്തി ടീച്ചറിന്റെ ബ്രദറോ വന്ന് എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞിരുന്നു എങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. ഈ വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോൾ ഭയങ്കരമായ സന്തോഷം എനിക്ക് വന്നു കേട്ടോ. കാരണം ഇവർ ഈ പറയുന്ന, നിങ്ങൾ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ആളുകൾ സംസാരിക്കുമ്പോഴേ അവരുടെ ബോഡി ലാംഗ്വേജ്, അവരുടെ കണ്ണ് പോകുന്ന വിധം, സംസാരിക്കുമ്പോൾ ഉണ്ടാകുന്ന ചില മാനറിസങ്ങളൊക്കെ നോക്കി നമുക്ക് മനസ്സിലാവും. ചെക്ക് ചെയ്താൽ മനസ്സിലാവും അവർ പറയുന്ന കാര്യങ്ങൾ കൃത്യമാണ്, ശക്തമായിട്ടുള്ള സത്യങ്ങളാണ് അവർ വിളിച്ചു പറയുന്നതെന്ന്. അപ്പം അതുപോലെ തന്നെ നമുക്ക് മനസ്സിലാവുന്ന ഒരു വീഡിയോ ആണ് അത്. കാരണം അമ്മ പറയുന്നത് മുഴുവൻ സത്യങ്ങളാണ്. അവൾ പാസ്റ്റിലെ കാര്യങ്ങൾ ഓരോന്ന് ഓർത്തോർത്ത് പറഞ്ഞുകൊണ്ടിരിക്കുക. അത് സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ. ഞാൻ എപ്പോഴും പറയാറുള്ളത്, ഇവരുടെ ആരുടെയും വീഡിയോ ഭയങ്കര എഡിറ്റ് ചെയ്ത് ഭയങ്കര ഡ്രമാറ്റിക്കലി ഉള്ള വീഡിയോസും നമ്മൾ കാണാറില്ല. വീഡിയോ ഇങ്ങനെ ഓൺ ചെയ്ത് വെച്ചിട്ട് അവരങ്ങ് പറഞ്ഞുകൊണ്ടിരിക്കാം. അപ്പം അമ്മുവിൻ്റെ പാസ്റ്റിൽ അമ്മു എന്താണോ കണ്ടത്, ദീപ്തി ടീച്ചറും അവരുടെ ഹസ്ബൻഡും തമ്മിലുള്ള അത്രമാത്രം ദുരൂഹമായിട്ടുള്ള, അത്രമാത്രം ഭയങ്കര സൈക്കിക് ആയിട്ടുള്ള ഒരു ഹസ്ബൻഡിനെ ദീപ്തി ടീച്ചർ എങ്ങനെ സഹിച്ചു എന്നുള്ള കാര്യങ്ങൾ അമ്മു വളരെ വ്യക്തമായിട്ടും കൃത്യമായിട്ടും പറഞ്ഞു തരുന്നുണ്ട്. ഇല്ല, എനിക്ക് കുഞ്ഞിന് പാല് കൊടുത്തിട്ട് ഞാൻ ആ കട്ടിലേ കിടക്കുമായിരുന്നു. ഏട്ടൻ അവിടെ ഇല്ല എന്നുള്ളത് എനിക്ക് ഓർമ്മയില്ല. ഏട്ടൻ ആ സീനിൽ ഉണ്ടോന്ന് പോലും എനിക്ക് അറിഞ്ഞൂടാ. കാരണം എനിക്ക് ഓർമ്മയില്ല. എനിക്ക് നമ്മുടെ മേലൊക്കെ പെരുത്തു പോകത്തില്ലേ, പേടിയാണോ, എന്റെ അകവാള് വെട്ടിപ്പു. ഞാൻ ഓർത്തു ചേച്ചി കഴിഞ്ഞു, ചേച്ചി ഇല്ല, തീർന്നു ഓർത്തു. പാല് കൊടുത്തിട്ട് ഇങ്ങോട്ട് കിടന്നതും എന്തോ ഒരു ഒച്ചയെന്ന് പറഞ്ഞു കഴിഞ്ഞാ ഭയങ്കര ഒച്ച. ഞാൻ ആ റൂമിൽ നിന്ന് എങ്ങനെ ഞാൻ ചാടി എണീറ്റ് ഞാൻ ആ ചേച്ചിയുടെ റൂമിൽ ഞാൻ ഓടിയെത്തിയെന്ന് എനിക്ക് അറിഞ്ഞോളൂ കേട്ടോ. കുറെ കഴിഞ്ഞപ്പോ എനിക്ക് മനസ്സിലായി എന്റെ സ്റ്റിച്ചിന്റെ അവിടെ എന്തോ ഒരു തകരാറ് പറ്റിയിട്ടുണ്ട്. എനിക്ക് നല്ല വേദന എടുത്ത് എന്റെ സ്റ്റിച്ച് പൊട്ടി. ഇത് കേൾക്കാം. അവിടെ ചെന്ന് കഴിഞ്ഞപ്പം ചേച്ചി വാതിലിന്റെ പുറകെ മാറി നിൽപ്പുണ്ട്. ഇവനെന്തോ ഇത് ഞാൻ പറഞ്ഞില്ല, ഒരു ഗത ഉണക്കത്തെ സാധനം ഉണ്ടെന്ന്. അതുകൊണ്ട് റൂമില് അലമാരിയുടെ ചില്ല് അടിച്ചുടച്ചതാ. ചേച്ചി അടിക്കാൻ ഓങ്ങിയ ഓങ്ങല് ആ കണ്ണാടി ചില്ലല്ല അടിച്ചു പൊട്ടി. ആ അടി ചേച്ചിക്ക് കിട്ടിയിരുന്നെങ്കിലോ? നിങ്ങൾ പറ, നിങ്ങൾ എല്ലാരും അവനെ ആക്കി. കേട്ടില്ലേ? അമ്മു സിസേറിയൻ കഴിഞ്ഞ് കിടക്കുന്ന സമയത്ത്, സി സെക്ഷനെ കുറിച്ച് പ്രത്യേകിച്ചൊന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ. പ്രസവിച്ചവർക്കും പ്രസവിക്കാത്തവർക്കും ഒക്കെ അറിയാം, കാരണം യൂട്യൂബിലെല്ലാം ഉണ്ടല്ലോ. അപ്പോൾ ഡെലിവറി കഴിഞ്ഞ് ജസ്റ്റ് ഡിസ്ചാർജ് ആയി വീട്ടിൽ വന്ന 6ാമത്തെ 7ാമത്തെ ദിവസം നടന്നൊരു സംഭവത്തെക്കുറിച്ചാണ് പറയുന്നത്. തൊട്ടടുത്ത റൂമിൽ ദീപ്തിയും ഹസ്ബൻഡും ആയിരുന്നു, എക്സ് ഹസ്ബൻഡ്. അപ്പോൾ അവിടെ ശക്തമായിട്ടുള്ള ഒച്ച കേട്ടിട്ട് ഭയന്ന് ചാടി എഴുന്നേൽക്കുകയും അതിനെ തുടർന്ന് സി സെക്ഷൻ നടത്തിയപ്പോഴുണ്ട് സ്റ്റിച്ച് ഉണ്ടല്ലോ, സ്റ്റിച്ച് പൊട്ടുകയും ചെയ്തു. അപ്പോൾ അവിടെ ചെന്നപ്പോൾ കണ്ട കാഴ്ച എന്ന് പറയുന്നത്, ഇദ്ദേഹത്തിന്റെ കയ്യിൽ ഒരുപാട് ആയുധങ്ങളുണ്ട്. അവരുടെ വീഡിയോയുടെ തുടക്കത്തിൽ ബിഗിനിങ്ങിൽ ഒരുപാട് കാര്യങ്ങൾ ഇവർ പറയുന്നുണ്ട്. അതായത് വലിയ കൊടുവാളിന് നിങ്ങളുടെയൊക്കെ നാട്ടിൽ എന്താ പറയുന്നത്, വെട്ടുകത്തിയോ, പല പേരുകൾ, ഈ തേങ്ങയൊക്കെ വെട്ടാൻ ഉപയോഗിക്കുന്ന സംഭവം ഉണ്ടല്ലോ. അപ്പം അതിൻ്റെ വലിയ ആയുധം ഉണ്ടാക്കി ഇദ്ദേഹത്തിന്റെ റൂമിൽ എപ്പോഴും വെച്ചിട്ടുണ്ടാവും. അതുപോലെ ഗദ പോലെയുള്ള ഗദ എന്ന് പറഞ്ഞാൽ മനസ്സിലാവാത്ത ആരുമില്ലല്ലോ അല്ലേ. അപ്പം ഈ ഹനുമാന്റെ കയ്യിലിരിക്കുന്ന ആ ഒരു ആയുധം, ആ ഗദ ഉപയോഗിച്ച് ദീപ്തി ടീച്ചറിനെ ആഞ്ഞടിച്ചപ്പോൾ പുള്ളിക്കാരത്തി മാറി അടി ചെന്ന് കൊണ്ടത് അൽമാരയിലാണ്. അൽമാരയുടെ ചില്ല് പൊട്ടിപ്പോയ ശബ്ദവും ആ അടി കൊണ്ട ശബ്ദവുമാണ് കേട്ട് അമ്മ ഓടി വന്നത്. അപ്പോൾ നിങ്ങൾ ആലോചിക്കണം, ആ വ്യക്തി കള്ളുകുടിയെന്നല്ല അവനെ വിളിക്കേണ്ടത്. അവൻ ശരിക്കും ഒരു സൈക്കോയാണ്, ഒരു മെന്റൽ പേഷ്യൻ്റ് ആണ്. അതായത് ഇവന്റെ ഈ അസുഖം തുടങ്ങുന്ന സമയത്ത് കൃത്യമായിട്ടുള്ള കൗൺസിലിങ്ങോ
ട്രീറ്റ്മെന്റുകളോ ഒന്നും ലഭിക്കാതെ ചുമ്മാതെ വീട്ടുകാർ കെയർലെസ് ആയിട്ട് ഇട്ടിരുന്നു. അധ്യാപകനാണല്ലോ, പിന്നെ അധ്യാപകൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാമല്ലോ, ബഹുമാനം മാത്രം. ഏറ്റവും നല്ലത് കുട്ടികളെ മാതൃക പഠിപ്പിക്കുന്ന ആളാവുമ്പോൾ അവന്റെ കയ്യിൽ തെറ്റൊന്നും കാണില്ലല്ലോ എന്ന് വീട്ടുകാർ ഓർത്തിട്ടുണ്ടാകും. ആദ്യം മുതൽ എനിക്ക് മനസ്സിലായ ഒരു കാര്യമുണ്ടായിരുന്നു. ദീപ്തി എന്ന് പറയുന്ന പെൺകുട്ടി, അവളുടെ ഭാഗത്ത് തെറ്റുകളില്ല എന്നൊരു കാര്യം. ഈ നെഗറ്റീവ് കമന്റ്സ് ഇടുന്നവരും ഇപ്പം നെഗറ്റീവായിട്ട് പറയുന്ന ആളുകളും പറയുന്നത് ആദിവാസി കുട്ടിയുടെ പ്രഗ്നൻസി ആളുകളെ കാണിച്ചു, പ്രക്കാർഡുമായിട്ട് ചെന്നിട്ട് പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്തു. ഒരു ആള് പ്രഗ്നന്റ് ആണെന്ന് അറിയുമ്പോൾ പ്രക്കാർഡും കൊണ്ട് പോകുക അല്ലാതെ ലാബ് എടുത്തുകൊണ്ട് പോകാൻ പറ്റത്തില്ലല്ലോ. മാത്രമല്ല ആദിവാസികളുടെ ഇടയിൽ അവിവാഹിതരായിട്ടുള്ള അമ്മമാർ ഒരുപാടുണ്ട്. അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ, അവരെ മനസ്സിലാക്കുക. അതായത് വിവാഹം കഴിഞ്ഞ ഉടനെ തന്നെ സൈബർ ബുള്ളിങ് ഉണ്ടാകുന്നു, അവരെ തെറ്റുകാരിയായിട്ട് സമൂഹം ചിത്രീകരിക്കപ്പെടുന്നു. ആദ്യ ഭർത്താവിനെ ഇവർ മനഃപൂർവ്വം കളഞ്ഞതാണ്, രണ്ടാമതൊരാളെ കണ്ടപ്പോൾ ആദ്യ ഭർത്താവിനെ ഉപേക്ഷിച്ചതാണ്. അങ്ങനെയല്ല. തുടക്കം മുതൽ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ദീപ്തി ടീച്ചർ എന്ന് പറയുന്ന വ്യക്തി ആദ്യത്തെ വിവാഹം ഡിവോഴ്സ് ഒരിക്കലും ചെയ്യില്ല എന്ന് തീരുമാനിച്ചുറപ്പിച്ചൊരു വ്യക്തിയാണ്. ചില കാര്യങ്ങൾ പറയാറില്ലേ, നമ്മൾ അങ്ങനെ ചില കാര്യങ്ങളിലൊന്നും ഉറച്ച തീരുമാനങ്ങൾ എടുക്കരുത്, ദൈവം അതിനെ മാറ്റിക്കളയുന്നു. അപ്പം ഈ ഒരു പെൺകുട്ടി അവളുടെ ആ ഒരു ആദ്യ വിവാഹത്തിൽ അവൾക്ക് അതിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കണം, അവൾക്ക് ആ ഒരു ജീവിതം മതിയെന്ന് ഉറച്ച് വിശ്വസിച്ചിരുന്ന ആളാണ്. കാരണം അവരുടെ ആദ്യത്തെ വീഡിയോസ് ഒക്കെ നമുക്ക് കാണുമ്പോൾ മനസ്സിലാകുന്ന ചില കാര്യങ്ങളാണ്. എന്തുകൊണ്ട് ആദ്യത്തെ ഹസ്ബൻഡിനെ ഇവർ വീഡിയോയിൽ കൊണ്ടുവന്നില്ല എന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെ വരുന്നില്ല. കാരണം ഇത്രമാത്രം സൈക്കിക് ആയിട്ടുള്ള വ്യക്തി എങ്ങനെയാണ് ഈ പൊതുകാര്യങ്ങളിൽ അല്ലെങ്കിൽ ആളുകളെ ഫേസ് ചെയ്യുന്നത്? പിന്നെ ഇങ്ങനെയുള്ള ആളുകൾ ഭയങ്കര മാനിപ്പുലേറ്റഡ് ആയിരിക്കും, അതും അമ്മ പറയുന്നുണ്ട്. അതായത് ആ നാട്ടിലുള്ള എല്ലാവരെയും പുള്ളി ചാക്കിലാക്കുന്നുണ്ട്. കാരണം നാട്ടുകാർക്ക് അറിയത്തില്ലല്ലോ വീട്ടിൽ കാണിക്കുന്ന കോനാമ്പീച്ചകൾ, അത് വീട്ടുകാർക്കല്ലേ അറിയത്തുള്ളൂ. എങ്കിലും ഇപ്പോൾ നാട്ടുകാർക്കൊക്കെ മനസ്സിലായി എന്നുള്ളതാണ് സത്യം. എന്നിട്ടും ലോകത്തിൽ ചിലർക്ക്, ഞാൻ എപ്പോഴും പറയുന്നുണ്ട്, ദീപ്തി ടീച്ചറിനെ സപ്പോർട്ട് ചെയ്യുന്നത് 99.9% ആണ്. ബാക്കി 1% ആണ് ഈ ഒരു നെഗറ്റീവ് കോമന്റ്സ് ഇട്ട്. അതൊരു ഗ്രൂപ്പാണ്, ഒരു ടീം വർക്കാണ്. മനസ്സിലായില്ലേ? ആ ഒരു ടീം വർക്കിന്റെ ഉദ്ദേശം എന്താന്ന് എനിക്ക് മനസ്സിലായില്ല. മാനസിക രോഗിയായിട്ടുള്ള ഒരുത്തനെ സപ്പോർട്ട് ചെയ്യണമെങ്കിൽ അയാളുമായിട്ട് ഡയറക്റ്റ് എന്തെങ്കിലും ബന്ധം ഉണ്ടായിരിക്കണമല്ലോ, അല്ലേ? അപ്പൊ ഇവന് ആരെങ്കിലും കൊല്ലുക എന്നുള്ളൊരു ചിന്ത ഇവന്റെ ബുദ്ധിയിൽ എവിടെയൊക്കെയോ ഉണ്ട്. ഒരു ക്രിമിനൽ എന്ന് വേണമെങ്കിൽ നമുക്ക് വിളിക്കാം. പിന്നെ പുള്ളി ആരാ? പണ്ടത്തെ അസുരന്റെ രാജാവ് വല്ലതും ആണോ? കാലകേയൻ വല്ലതും ആണോ ബാഹുബലിയിലെ? ഒന്നും അല്ലല്ലോ. അപ്പം കള്ളുകുടി എന്നുള്ള പേരിൽ ഒരാളെ കൊല്ലുക എന്നുള്ളൊരു ചിന്ത അയാളുടെ ബുദ്ധിയിൽ എവിടെയൊക്കെയോ നടക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഒരു വ്യക്തിയെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ അവരുമായിട്ട് അദ്ദേഹമായിട്ട് ഡയറക്റ്റ് ലിങ്ക് ആയിരിക്കണം. കാരണം ഇവൻ ആ നാട്ടിലുള്ള എല്ലാവരെയും സോപ്പിട്ട് ചാക്കിലാക്കി വെച്ചിരിക്കുന്നതാണ് നമ്മൾ അറിഞ്ഞ കാര്യം. അപ്പോ ചാക്കിൽ വീണ കുറച്ച് വിഡ്ഢികളുടെ കൂട്ടത്തിലുള്ള ആളുകളാണ് ഈ നെഗറ്റീവ് കോമന്റ്സ് ഒക്കെ ഇട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ദീപ്തി ടീച്ചറിനെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അമ്മുവിന്റെ ആ ചാനലിൽ പോയി കാണുക. എനിക്ക് തോന്നുന്നു മണിയമ്മയും പിള്ളേരും എന്നാണ് തോന്നുന്നു ആ ചാനലിന്റെ പേര്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കോമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.